ഹലോ ഗായ്സ്, എല്ലാവരുടെ വേറെടിക്ക് എല്ലാവർക്കും സാധനം ഗായ്സ്. ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന വേറെ ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗോസ്റ്റ് എന്നൊരു പുതിയ ഗെയിം പ്ലേ വീഡിയോ ഗായ്സ്. അപ്പോൾ ഈ ഗെയിം പ്ലേ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലെയറാണ് ഗായ്സ് കളിക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ കഥ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിൽ പല മാപ്പുണ്ട്. പല മാപ്പിൽ പല മോഡാണ് ഗൈസ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു മാപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ മാപ്പിന് ഒരു മോഡ്, വേറെ മാപ്പാണെങ്കിൽ ആ മാപ്പിന് വേറെ മോഡ്, അങ്ങനെയാണ് ഗൈസ്. പിന്നെ അത് ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തെ മാപ്പ് ഹോസ്പിറ്റല്, മൂന്നാമത്തെ നാലാമത്തെ വേറെ ഏതാണെന്ന് തോന്നുന്നു ഗൈസ്. 4 മാപ്പും കണ്ടാണ് ഇതിനകത്തുള്ളത്. അപ്പം ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഈ മോഡിൽ നമ്മൾ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് 8 നില ഉണ്ടാവും. അപ്പോൾ ഈ 8 നില നമ്മൾ ലിഫ്റ്റിൽ കയറി ഇറങ്ങണം. 8 നില എന്ന് പറഞ്ഞാൽ 8 നിലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 8ാം നിലയിൽ ഒരു അനോമലീസും ഇല്ലാതെ നമ്മൾ ആ 8ാം നിലയിൽ അനോമലീസ് ഫുള്ള് കണ്ടുപിടിച്ച് ലിഫ്റ്റിൽ കയറണം. അപ്പോൾ നമ്മൾ അനോമലീസ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7ാം നിലയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ 8ാം നിലയിൽ തന്നെ നമ്മൾ സ്റ്റക്കായിട്ട് കിടക്കും. അങ്ങനെ ഇപ്പോൾ 7ാം നിലയിൽ ചെന്നാൽ അവിടുത്തെ അനോമലീസും ഫുള്ള് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലാണെങ്കിൽ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് 8ാം നിലയിൽ കളിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഭയങ്കര ടഫ് ഗെയിമാണ്. ഇതിനകത്ത് എല്ലാവരെയും ഗോസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളിയിൽ നിന്ന് ഔട്ടാവുന്നതാണ് ഗൈസ്. ഇതിനകത്തിപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് 5 പേർക്ക് കളിക്കാനുള്ള ഒരു റൂമായിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് വെച്ചേക്കുന്നത്. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ദേ അപ്പാർട്ട്മെൻറ്റ് എന്നാണ് നമ്മുടെ കണ്ടോ, ക്രിയേറ്റ് ലോബി ടു പ്ലേ അതായത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കേസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് കണ്ടോ, 30 ഒക്ടോബർ 3 AM. ഗൈസ് നമ്മുടെ 2 കൂട്ടുകാരന്മാരാണ് ഗൈസ് കളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവന്മാരെ ഫോളോ ചെയ്ത് പോവാം. ഇത് കണ്ടോ ഗൈസ്, ഇത് 8ാം നിലയാണിത് ഗൈസ്. ഗൈസ് 8ാം നില. ഇവൻ സ്പൈഡർ ആൻഡ് 40 എന്നാണ്, അവൻ ഫുള്ള് നോക്കുവാണ്. ഒരു അനോമലീസും ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ഇതിനകത്ത് അനോമലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളും കണ്ടുപിടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ക്യാമറ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. മാത്രമല്ല ഈ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ സാധനമൊക്കെ ഷൂട്ട് ചെയ്ത് ലിഫ്റ്റിൽ കയറുമ്പോഴും ആ ലിഫ്റ്റും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുകയും വേണം. പിന്നെ ആ ലിഫ്റ്റിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, അത് ഞാൻ ലിഫ്റ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാം. അത് ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്ലോറും ഈ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഫ്ലോറും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഗൈസ്. അപ്പോൾ പല ഭാഗത്തു നിന്ന് ആളുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഗൈസ് നമുക്ക് ലിഫ്റ്റിൽ കയറാം ഗൈസ്. ഗൈസ് എല്ലാവരും ലിഫ്റ്റിൽ കയറുന്നുണ്ട്. ഗൈസ് ചെറിയൊരു ഹാങ്ങിങ് ഇഷ്യൂ ഉണ്ട് ഗൈസ്. ഗൈസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, പ്രസ് ദി എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം. പ്രസ് ദി അപ്പ് ബട്ടൺ വെൻ യു ഫൗണ്ട് അനോമലി, പ്രസ് ദി ഡൗൺ ബട്ടൺ വെൻ വി നോട്ട് ഫൗണ്ട് ദി അനോമലി എന്നാണ് ഗൈസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനോമലി ഒന്നും ഫൗണ്ട് ചെയ്തില്ല എന്ന് പറയണു. അപ്പോൾ നമ്മൾ ഡൗൺ ഞെക്കിയിട്ടുണ്ട്. ഡൗൺ ഞെക്കിയപ്പോഴത്തേക്കും നമ്മൾ ഏരിയയിൽ തന്നെ എത്തി ഗൈസ്. പിന്നെ അനോമലി ഫൗണ്ട് ചെയ്തില്ല എന്നും പറഞ്ഞ് ഉള്ള അനോമലി വിട്ട് കളയരുത്. അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ സീനാണ് ഗൈസ്. അങ്ങനെ വിട്ട് കളഞ്ഞിട്ട് ഡൗൺ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മേളിൽ തന്നെ പോകും. 8ാം നിലയിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഏടാക്കോടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ തന്നെ ഇത് ഏതൊക്കെയോ ഗെയിം പ്ലേ വീഡിയോ കണ്ടിട്ടാണ് ഗൈസ് മനസ്സിലാക്കിയത്. ഇല്ലേ എനിക്ക് മനസ്സിലാവത്ത പോലും ഇല്ല. മാത്രമല്ല ഇതിനകത്ത് പല മോഡും നമ്മൾ ട്രൈ പോലും ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ഈ ഒരു മോഡിലേ കളിച്ചിട്ടുള്ളൂ, മൾട്ടിപ്ലെയർ. ഓ ഗൈസ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രേതങ്ങളും കാര്യങ്ങളും അനോമലീസൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഗൈസ് ഈ 7ൽ നമ്മൾ അനോമലീസ് ഇല്ലെന്ന് പറഞ്ഞ് താഴെ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എങ്ങാനും അനോമലി ഉണ്ടെങ്കിൽ പെട്ടതാണ് ഗൈസ്. നമ്മളിനി വീണ്ടും 8ൽ തന്നെ പോകേണ്ടി വരും. ഗൈസ് എല്ലാ എണ്ണം ലിഫ്റ്റ് കയറി നമുക്കിപ്പോൾ കയറാം. 9th സി ഹിയർ എന്ന് പറയുന്നുണ്ട് ഗൈസ്. പ്രസ് അപ്പ് വെൻ അനോമലീസ് ഫൗണ്ട് എന്ന് പറഞ്ഞുണ്ടോ ഗൈസ്. എല്ലാ എണ്ണം ഉണ്ട്. ഓരോ എണ്ണത്തിൻ്റെ പേരുണ്ട് ഗൈസ്. PHUC എന്താണെന്ന് വായിക്കുന്ന പോലും അറിയില്ല. എസ്കെ നമ്മൾ താഴെ നോക്കിയിട്ട് അനോമലി ഫൗണ്ട് ആയിട്ടില്ലായിരുന്നു ഇതുവരെ. നമ്മൾ 6ാം നിലയെത്തി. ഇങ്ങനെ താന്ന് നമ്മൾ 1ാമത്തെ നിലയെത്തി രക്ഷപ്പെടും. അതാണ് നമ്മുടെ കളി. നമുക്ക് ലിഫ്റ്റ് കയറി നിൽക്കാം. നമ്മുടെ ക്യാമറ ജസ്റ്റ് കുരുങ്ങിയിട്ടുണ്ട്. പേടിയാവും കഴിച്ച് ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഒറ്റയ്ക്ക് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാലും മസ്റ്റ് ട്രൈ ചെയ്യാനാണ്.
ഇതിനകത്ത് ഒരു മോഡ് ഇങ്ങനെ ട്രൈ ചെയ്യാതെ വിടരുത് നിങ്ങൾ. പോളി കളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. രാത്രി കളിക്കാൻ പേടിച്ചിട്ട് വരുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഇന്ന് ഒളിച്ചിരിക്കാനുള്ള അലമാരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. ഏകദേശം അനോമലീസ് നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് കണ്ടാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഗൈസ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ സെലക്റ്റഡ് വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഇവർ തരുന്ന വേർഡ്സ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ സ്പീക്ക് ചെയ്യുന്ന ആ ഒരു ജസ്റ്റ് ആ ഒരു പോസ് ചെയ്യുന്ന സിമ്പിളിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പീക്ക് ചെയ്യാൻ സിമ്പിളും ഉണ്ട്. അതിനകത്ത് ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പറയാം. അതേ ഇപ്പോൾ 9th സി ഹിയർ എന്ന് പറയുന്നത് ഗൈസ്. അതേ കണക്ക് കണ്ടോ ഗൈസ്, ഹലോ സ്പോട്ടഡ് ഗോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് ഐ സ്പോട്ടഡ് ഗോസ്റ്റ് എന്ന് ഞാൻ 2 തവണ പറഞ്ഞു. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ പറയാം. പക്ഷേ ഇവർ സെലക്ട് ചെയ്ത് ഇവർ വെച്ചേക്കുന്ന വാക്കുണ്ട്, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അനോമലി സ്പോട്ട് ചെയ്യില്ല. അനോമലി ഇല്ലായിരുന്നോടെ നമ്മൾ താഴെ ഞെക്കി നേരെ 5 എത്തിയിട്ടുണ്ട്. 4 3 2 1 ഗൈസ്. 1-ലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ് ഗൈസ്. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പിക്കായിരിക്കും. നമുക്ക് അനോമലീസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഗൈസ്. ഈ പ്രേതാലയങ്ങൾക്കൊക്കെ എന്തിനാണ് ഇത്ര എണ്ണാൻ പറ്റാത്ത ഡോറെന്നറിയില്ല ഗൈസ്. ഗൈസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഗൈസ് ഇന്നത്തെ അലമാര അടഞ്ഞിട്ട് ഇരിക്കുന്നത്. നമ്മൾ നേരത്തേക്ക് വന്നപ്പോൾ തുറന്നു തന്നെ ഇരുന്നത്. പക്ഷേ ഗൈസ് നമുക്ക് അതിനകത്ത് റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. 5 എന്നൊക്കെ പറഞ്ഞേക്കാൻ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കും ഒരു ഹിയർ എന്ന് പറഞ്ഞേക്കാം ഗൈസ്. ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗൈസ്. നമ്മൾ 4-ലേക്കാണോ പോകണമെന്നറിയില്ല. ചിലപ്പോൾ 4-ലേക്കായിരിക്കും. നമ്മൾ അനോമലീസ് ഇല്ലയെന്നാണ് തോന്നുന്നത്. ഗൈസ് വീണ്ടും 8 ഗൈസ്. അനോമലി ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടെങ്കിൽ എഴുതി കാണിക്കണമല്ലോ ഗൈസ്. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. നമുക്ക് ഷൂട്ട് ചെയ്യാം ഗൈസ്. പറഞ്ഞാൽ നമ്മളിത്രയും കഷ്ടപ്പെട്ട് അനോമലീസ് 5-ാം നിലയിൽ അനോമലി പറ്റി കണ്ടുപിടിച്ചിട്ട് 4-ലേക്ക് എത്താൻ ഗൈസ് നമ്മൾ നേരെ 8-ലേക്ക് വന്നത്. അത് ഗൈസ് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഇതൊന്ന് ജയിച്ച് കിട്ടാൻ. 1-ാം നില എത്തിയിട്ട് അവിടെ ഏറ്റവും കഷ്ടപ്പാട്. അവിടെ നിന്ന് കളിച്ച് തീർത്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. യെസ് ഗായ്സ്, നമുക്ക് ഇത്തവണ അനോമലീസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ എയിലോട്ടേക്ക് തന്നെയാണ് പോകാൻ പറ്റുക. ഗൈസ് ഒരുത്തം കയറുന്നുണ്ട്. യെസ് ഗൈസ്, HPHU എന്നാണ് ഇവൻ്റെ ഗൈസ്. അനോമലി മിസ് ചെയ്യുന്നു. ഹെഡിങ് ലോക്കർ. ഇതൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മളിനി വീണ്ടും 8-ൽ തന്നെ വരും ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അനോമലി കണ്ടുപിടിക്കണം ഗൈസ്. വല്ലാത്തൊരു ജാതി അവസ്ഥ തന്നെയാണ്. അപ്പം നമ്മൾ മുന്നേ വരുമ്പോൾ കാണുന്ന അനോമലി ആയിരിക്കും പിന്നെ വരുമ്പോൾ കാണുന്ന അനോമലി ആയിരിക്കും പിന്നെ വരുമ്പോൾ കാണുന്നത്. സോ പത്തറ്റിക് സിറ്റുവേഷൻ ആണ് ഗൈസ്. ഗൈസ് നമ്മൾ വീണ്ടും ലിഫ്റ്റിൽ കയറി ഗൈസ്. ഇതെങ്ങനെ വന്നൊരു പിടിയില്ല. സ്പൈഡർ N14 9th സി ഓടി വരുന്നുണ്ട് ഗൈസ്. എന്നാ പറ്റിയൊരു പിടിയില്ല. അവന്മാർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തേക്കാം. PHUC പുള്ളിക്കാരന് ബ്ലീഡിങ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ HPHU പുള്ളിക്കാരനും നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ്. എന്നാ സംഭവം എന്നറിയില്ല ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, തലേ ചാക്കിട്ടവൻ വന്ന് ഗൈസ് നമ്മളെ പൊക്കാൻ. അമ്പട മനമേ, നമ്മളെയും തിന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഓനൊരു പരുവാക്കി. സ്പൈഡർ N14-ഉം HPHUവും നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ 9th സി അവിടെ പോയതൊരു പിടിയില്ല. ഗൈസ് HPHനെ മിക്കവാറും കൊല്ലുമായിരിക്കും. അവൻ എന്നത്തിന് അതിൻ്റെ വായ ചെല്ലുന്ന് കിടക്കുന്നത് ഗൈസ്. അവനെ മലത്തി അടിച്ചിട്ടുണ്ട്. നമ്മുടെ 9th സി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. സ്പൈഡർ N14-നെ മലത്തി അടിച്ച് 9th സീനൊന്നും ചെയ്യാണ്ടിരുന്ന അതായിരുന്നു ഗൈസ്. അവൻ തിരിച്ചു പോകുന്നുണ്ട്. 9th സീനെ മലത്തി അടിച്ചോ ഗൈസ്. ഇത് എന്നാ പറ്റി ഗൈസ്, ഒരു പിടിയില്ല. ഗായ്സ് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതിനകത്ത് തോറ്റിട്ടുണ്ട് ഗായ്സ്.
അപ്പോൾ ഈ 9th C പോയില്ലായിരുന്നുണ്ടെങ്കിൽ അവൻ റീവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തോറ്റിട്ടുണ്ട്. പക്ഷെ അടുത്ത തവണ നമ്മൾ തിരിച്ച് പിടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ ഗോസ്റ്റ് വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്.